ഏറ്റവും വേദനാജനകമായ വാർത്തയാണ്. കശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും എറണാകുളം ഇടപ്പള്ളി സ്വദേശിയാണ് 65 വയസ്സുകാരനായ എൻ രാമചന്ദ്രൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരത്തിനായി കശ്മീരിലെത്തിയത്. ഹൈദരാബാദ് വഴിയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രയെന്ന് അവിടുത്തെ കൗൺസിലർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റുള്ളവർ സുരക്ഷിതരാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇടപ്പള്ളി സ്വദേശിയായ എൻ രാമചന്ദ്രൻ, അദ്ദേഹമാണ് കശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇടപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസമാണ് വിനോദസഞ്ചാരത്തിനായി കുടുംബത്തിൻ്റെ ഒപ്പം കശ്മീരിലേക്ക് പോയത്. മകളുടെ മുന്നിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായത്, ഭീകരർ വെടിയുതിർത്തത് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു വിനോദസഞ്ചാരത്തിനായി കശ്മീരിലേക്ക് പോയവരിൽ. ഇപ്പോൾ ആൻമരിയ സണ്ണിയുണ്ട് ഈ മരിച്ച എൻ രാമചന്ദ്രൻ്റെ വീടിന് മുൻപിൽ നിന്ന്. ആൻമരിയ, അവിടെ വീട്ടിൽ കുടുംബത്തോടൊപ്പമാണല്ലോ അദ്ദേഹം പോയത്. പ്രദേശവാസികളടക്കം അവിടെ എത്തിയിട്ടുണ്ടോ? അവർ എന്തെങ്കിലും വിവരങ്ങൾ പുതുതായി നൽകുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട്? അൻമരിയ, ഉന്മേഷ്, വിവരം പറഞ്ഞ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ രാമചന്ദ്രന്റെ വീടിന്റെ മുൻപിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവർ ഫാമിലി ആയിട്ടാണ് പോയിരിക്കുന്നത്. നിലവിൽ വീട് അടഞ്ഞു കിടക്കുകയാണ്. രാമചന്ദ്രനും ഭാര്യയുമാണ് പോയത്. ഇന്നലെയാണ് പോയത് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്, മുൻ കൌൺസിലറായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇവര് ഭാര്യയും രാമചന്ദ്രനും കൂടെ ഇന്നലെ പോവുകയായിരുന്നു. ഇന്ന് ഒരു വൈകുന്നേര സമയത്തോടു കൂടിയാണ് ഇവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇങ്ങനെ ഒരു ആക്രമണത്തിൽ മരണപ്പെട്ടു എന്ന രീതിയിൽ ഒരു ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടും. നമുക്ക് ഇവരോട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാം. ഇന്നലെയാണോ രാവിലെയാണ് പോയിരിക്കുന്നത്? അദ്ദേഹം രാമേന്ദ്രനുണ്ട്, രാമേന്ദ്രൻ ഭാര്യയുണ്ട്, ഒരു മകളുണ്ട്, മകളുടെ ഇരട്ട കുട്ടികളുണ്ട്. മകളും പിള്ളേരും 2 കുട്ടികളുണ്ട്. ഇവിടുന്ന് ഇന്നലെ രാവിലെയാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് അവർ പോയിരിക്കുന്നത്. ഒരു ടൂർ പാക്കേജ് പോലെ പോയേക്കുന്നതാണോ? ഇന്റലിജന്റ് പോയ അവരുടെ ബ്രദർ ഇന്നലെ UK പോയി. ഇവിടെ താമസിക്കുന്ന വേറെ ബ്രദർ ഉണ്ടായിരുന്നു, രാജഗോപാൽ. അദ്ദേഹം ഇന്നലെ രാവിലെ മകന്റെ അടുത്തേക്ക് പോയി. ഇവിടെ പഴയ ഒരു തറവാട്ടുകാരാണ് ഇവിടുത്തെ മങ്ങാട്ട്. ഇവര് നേരത്തെ തൊട്ട് ഇവര് താമസം ഉണ്ടായിരുന്നാണോ അതോ പുറത്തുനിന്ന് താമസം ഉണ്ടായിരുന്നു? ഇവിടുത്തെ ഇടപ്പള്ളിക്കാർ തന്നെയാണ്. വർഷങ്ങളായിട്ട് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഇവിടുത്തുകാർ തന്നെയാണ്. നമ്മളെ ആരാ വിളിച്ചറിയിച്ചത് ഇങ്ങനെ ഒരു അപകടത്തിന്റെ കാര്യം? പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിഞ്ഞാണ്. ഇങ്ങനെ ഇടപ്പള്ളി സ്വദേശി രാമേന്ദ്രൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നാരായണ മേനോൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു മഹാനാണ്. അദ്ദേഹത്തിന്റെ മകനാണ്, ഇളയ മകനാണ് രാമേന്ദ്രൻ. അദ്ദേഹം അത് അറിഞ്ഞ് നമ്മളിവിടെ എത്തിയതാണ്. അയൽവാസി എന്ന നിലക്ക് ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകരാണ്. അപ്പൊ ഇദ്ദേഹമുണ്ട്, എല്ലാവരും അറിഞ്ഞ് ഇവിടെ തന്നെ എത്തിയാണ്. ഇവരിവിടെ ആരൊക്കെ താമസിക്കുന്നത്? ഈ വീട്ടിൽ നിലവിൽ ആരൊക്കെ താമസിക്കുന്നുണ്ട്? മകള് ഇവിടെ വരും, ബാംഗ്ലൂരിലോട്ട്. ഇപ്പൊ ഈ യാത്രയിൽ ഇവര് രാമേന്ദ്രനും ഭാര്യയും മകളും 2 ഇരട്ട കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവരുടെ ബാക്കിയുള്ള ഫാമിലിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അവർ സുരക്ഷിതരാണോ? ആ രീതിയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മളെ അറിയിച്ചു? സുരക്ഷിതരാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അവരെ ആരെങ്കിലും ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആരും സാധിച്ചില്ല. ഇനിയിപ്പോ അതിന്റെ റിപ്പോർട്ടുകൾ വരുന്നതിലേ ഉള്ളൂ. ഇപ്പോഴാണ് കുറച്ച് അരമണിക്കൂറുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട്. ആദ്യം ഇറ്റാലിയനാണെന്ന് പറഞ്ഞത്, പിന്നെയാണ് മലയാളിയാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് രാമേന്ദ്രനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു തൃപ്പൂണിത്തുറയിലെ പുള്ളിയുടെ വൈഫിന്റെ കസിൻ ഉണ്ട്, അവരെയാണ് വിളിച്ചറിയിച്ചത് ആദ്യം. അവർ വഴിയാണ് ഈ ന്യൂസ് ഇടപ്പള്ളിക്ക് കിട്ടിയത്. അതുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയിട്ടില്ല. സുരക്ഷിതാന്ന് അവർ തന്നെ വിളിച്ച കസിൻ പറയുന്നുണ്ട്. അതായത് അവിടുന്ന് കസിൻ വിളിച്ചറിയിച്ചാണ് ഇടപ്പള്ളിക്കാരെ അറിയിച്ചത്. പരിചയക്കാരും നമ്മുടെ കൗൺസിലറുണ്ട് ശാന്ത, പുള്ളിക്കാരത്തിനെ വിളിച്ച് പറഞ്ഞ് പുള്ളിക്കാരത്തിയാണ് നമ്മൾ അറിയിച്ചത്. ഇതാണ് ഉന്മേഷ് നമുക്ക് ലഭിക്കുന്നത്. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരമാണ്, അതായത് നാട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന വിവരമാണ്. തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള ഇവരുടെ ഒരു കസിൻ അവർ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടെയുള്ള മറ്റ് ഫാമിലി മെമ്പേഴ്സ് എല്ലാം സുരക്ഷിതരാണ്. ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്, വേദനിപ്പിക്കുന്ന ഒരു വാർത്തയുടെ ഇടയിൽ ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ്. മറ്റ് ഫാമിലി മെമ്പേഴ്സ് എല്ലാം സുരക്ഷിതരായിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. ആ ഒരു ഷോക്കില് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക്, വീടിന്റെ അയൽവക്കക്കാരായിട്ടുള്ള ഒരു ഉള്ളിലേക്ക് കയറിയ ഒരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വീടുകളൊന്നുമില്ല, പക്ഷേ അടുത്തടുത്തായിട്ട് വീടുകളുള്ളതാണ്. ഇവിടെ ഉണ്ടായിരുന്ന നാരായണൻ എന്ന് പറയുന്ന ആള്, ആ വ്യക്തിയുടെ മകനാണ് രാമചന്ദ്രൻ. അപ്പൊ
നാരായണ മേനോന്റെ മകനാണ് രാമചന്ദ്രൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാരായണ മേനോനെ നന്നായിട്ട് അറിയാവുന്നവരാണ് ഈ നാട്ടുകാരെല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു മരണം ഉണ്ടായിട്ടുണ്ട്, അത് നാരായണ മേനോന്റെ മകനാണ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ നാട്ടുകാരെല്ലാവരും ഈ പ്രദേശത്തേക്ക് ഓടിയെത്തുന്നത്. ഇവരൊരു ടൂർ പാക്കേജ് ആയിട്ടല്ല പോയിരിക്കുന്നത്, അല്ലാണ്ട് പോയിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിനകത്ത്, അതായത് ഈ അപകടത്തിനുള്ളിൽ നിലവിൽ ആരും അകപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് ആശ്വസിപ്പിക്കാം, പ്രതീക്ഷ നൽകുന്നതാണ്. ഒരു ടൂർ പാക്കേജ് ആയിട്ടല്ല അവർ പോയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പോകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു സാധ്യതയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ടൂർ പാക്കേജിന്റെ ഭാഗത്ത് നിന്നല്ല പോയിരിക്കുന്നതെന്നാണ് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഇവരോട് അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഇന്നലെയാണ് ഇവർ പോകുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും അതിനുശേഷം ഹൈദരാബാദിൽ നിന്നുമാണ് ഇവർ യാത്ര തിരിക്കുന്നത്. ഇന്നൊരു ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർക്ക് ലഭിക്കുന്നത്. ആദ്യം ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്, സുരക്ഷിതരാണ് എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീടാണ് അത് ഈ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു മരണം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു മലയാളിയാണ് വന്നിരിക്കുന്നത്, മലയാളി തങ്ങളുടെ അയൽക്കാരനാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇവർ അറിയുന്നത്. ഉന്മേഷ്.